നിവിൻ പോളിന്റെ കേസ് ഇന്നലെ മുതൽ ട്വിസ്റ്റ് ആണല്ലോടാ. ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് അവരുടെ ഭാഗത്ത്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതി മിസ്മാച്ച് ആണ്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. കോൺഫിഡൻസ് ഇല്ല. നിവിൻ പോളിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാറുണ്ട്. 100% പുള്ളി അല്ലെങ്കിൽ അന്ന് രാത്രി 9 മണിക്ക് തന്നെ നിവിൻ പോളി പ്രസ് മീറ്റ് വിളിച്ചത് പറയില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും ഭരത് ആയിക്കോട്ടെ, അത് കൃത്യമായുള്ള ഡീറ്റെയിൽസ് പുറത്തു വിടുകയും ചെയ്തു. അപ്പോ ഭരത് വന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിക്കോസ് അന്നേ ദിവസം ഭരത്താണ് നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ. സോ ഇന്നലെ വിനീത് ശ്രീനിവാസനാണ് ഡേറ്റും കാര്യങ്ങളും അടക്കം ഫോട്ടോയും കാര്യങ്ങളും അയച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഭരത് കൃത്യമായിട്ട് വന്ന് പറയുന്നു ഞങ്ങളുണ്ടായിരുന്ന സെറ്റാണ്, അത്രയും സന്തോഷിച്ചു പോയൊരു സെറ്റാണ്. ഇങ്ങനൊരു അലിഗേഷൻ വരുമ്പോൾ അത് ഭയങ്കര സങ്കടം ഉണ്ട് എന്നുള്ള കാര്യം. കാരണം ആളുകൾ കൃത്യമായിട്ട് ആ ദിവസം ഓർത്തെടുക്കുന്നുണ്ട്, ആ ഇൻസിഡൻസ് ഓർത്തെടുക്കുന്നുണ്ട്. സോ ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ജെനുവിൻ കേസുകളുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതായിരിക്കണം അല്ലേ? അവരുടെ ക്രെഡിബിലിറ്റി. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ കേസുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരുടെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിക്കുന്ന ഇപ്പൊ അത്യാവശ്യമാണ്. ഈ ഇപ്പൊ ഓരോ സ്ത്രീകൾ പരാതിയായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് പിന്നിലുള്ള ഇപ്പൊ നീ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടുള്ള കേസായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ജെനുവിനിറ്റി ആണ് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഇപ്പൊ കുറെ പേരെന്താ പറഞ്ഞറിയോ, ഇന്നലെ കുറെ ചർച്ചകൾ ഞാൻ കണ്ടു. നിവിൻ പോളിക്കെതിരായുള്ള കേസ് മനഃപൂർവ്വം സിനിമാക്കാര് തന്നെ കൊണ്ടുവന്ന കേസാണ്. കാരണം ക്രെഡിബിലിറ്റി പോയ ഒരു കേസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കി പലരുടെയും എതിരെ കേസ് ഉണ്ടല്ലോ. അപ്പൊ ആ കേസുകളും കൂടി എന്ത് ചെയ്യും, ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കും. അവരുടെ ക്രെഡിബിലിറ്റി അത് പോലീസ് അന്വേഷണവും കാര്യങ്ങളായിട്ട് പഠിക്കും. ഇതിപ്പോ എത്ര റീസെന്റ് ആയിട്ട് അല്ലേ, എത്ര സിമ്പിൾ ആയിട്ട് പോലീസ് അന്വേഷണവും കൂടി വേണ്ടി വന്നില്ല. നാട്ടുകാരൻ എന്ത് ചെയ്തു, പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഈ പരിപാടി. അപ്പൊ എന്തായാലും ഭഗത്ത് പറഞ്ഞു നോക്കാം. എൻ്റെ ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നിവിൻ്റെ കൂടെയുള്ള വർഷങ്ങൾക്ക് ശേഷത്തില് ആകെ എൻ്റെ ആകെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളത്. ആ 2 ദിവസമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എന്നാ പറയുക, നമ്മുടെ കുറേ കാലം കൂടി നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു സന്തോഷത്തിലിരുന്ന നല്ല നിമിഷങ്ങളായിരുന്നു അത്. അലിക്ക് അടുത്ത പ്രാവശ്യം വിളിച്ചാൽ പറഞ്ഞു തോന്നുന്നു നിവിനെ കുറേ കാലം കൂടി തനിച്ച് ഒരു രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു, കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞങ്ങളുടെ ടീം അല്ല വേറെ ആരും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് ഇരുന്ന സമയമായിരുന്നു അന്ന്. ഒത്തിരി ക്രൗഡ് വെച്ച് ഷൂട്ട് ചെയ്ത സംഭവമല്ലേ? അതെ അതെ, പകലൊക്കെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നല്ല രാത്രിയിലായാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെളുപ്പിന് വരെ ഷൂട്ട് പോയി. എനിക്ക് തോന്നുന്നു ഇതിൽ വെളുപ്പിന് 3 മണിക്കും കണ്ടാന്ന് തോന്നുന്നു ഇവൻ തിരിച്ചു പോകുന്നത്. ആ തിരിച്ചു പോയിട്ട് ആ ക്രൗൺ പ്ലാസയിൽ റൂം വന്നുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പോകുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഇരുന്നു? നിവിനും വിനീതനും ഞങ്ങളൊക്കെ. കാരണം ഇതെല്ലാവരും കുറേ കാലം കൂടിയിട്ട് നിങ്ങളുടെ പഴയ ടീമുകളെല്ലാം ഒന്നിച്ചല്ലേ? അതെ അതെ, നിങ്ങളുടെ ആദ്യ സിനിമയുടെ ടീമുകളെല്ലാവരും ഒന്നിച്ച്. ഞങ്ങൾ പറയുകയും ചെയ്തു അന്ന് അജു മിസ്സായല്ലോ എന്നുള്ള പറയുകയും ചെയ്തത്. അമ്മമാര് മാത്രമേ ഇല്ലായിരുന്നു, ബാക്കി എല്ലാവരും സന്തോഷമായിട്ടിരുന്ന നിമിഷമായിരുന്നു. ഈ സംഭവം കേട്ടപ്പോൾ എന്ത് തോന്നി? നല്ല പറഞ്ഞു, നമ്മൾ നല്ല സന്തോഷമായിട്ടിരുന്നൊരു നിമിഷം ഇപ്പോൾ അതിന് ആ ഡേറ്റ് ആവശ്യമില്ലാത്തവരെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമമുണ്ട്. നമ്മളെ കൂട്ടുകാരനെ കുറിച്ച് അലിഗേഷൻ വരുമ്പോൾ എന്തായാലും ഇവനെ നമുക്കറിയാം. തീർച്ചയായിട്ടും. ഇപ്പം ഇവിടെ ഏറ്റവും വലിയ പ്രധാന ആ ഡേറ്റ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയപ്പോൾ കൃത്യ ഡേറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ദൈവഭാഗ്യം എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ? ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഭഗത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിമെമ്പർ ചെയ്തിട്ട് നമ്മളോട് പറയുകയാണ്. അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരുന്ന സമയം സന്ദർഭമൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ലേഡിക്ക് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ഒരു ലേഡിക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ട ഒരു ഘട്ടം വന്നു എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും അവർ ആ സമയവും സന്ദർഭവും ഡേറ്റും കാര്യങ്ങളൊന്നും മറക്കാൻ ചാൻസ് ഇല്ല. കേസ് കൊടുക്കുമ്പോ അത് ഓർത്ത് വെച്ചു. കേസ് അറ്റ്ലീസ്റ്റ് ഒരു കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന്, എപ്പോ, എവിടെ വെച്ച് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടി വരും. ഇത്രയും വലിയൊരു കാര്യം. അതെ, ഒരു മീഡിയക്ക് മുന്നിൽ വന്ന് പറയുമ്പോ പോലും നമ്മളത്, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിനകത്ത് ഈ ലേഡി വന്ന് സംസാരിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ അരുൺകുമാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവര് പറയുന്ന പല കാര്യങ്ങളും ഒരുപാട് പുറത്തേക്കിടുണ്ട്. ഡേറ്റ് തന്നെ പോട്ടെ, എല്ലാ CCTV ഒക്കെ വിട്, ക്രിസ്റ്റഫറിനോളം ഒരു സൈഡിലിരിക്കും. പക്ഷെ സ്വന്തം ലൈഫില് വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ട് ആ ഒരു ഡേറ്റ് അത് എങ്ങനെ അറിയില്ല എന്ന് പറയുന്നത്. കാരണം വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് കേസ് കൊടുത്തത്. ഒരാൾ കേസ് കൊടുക്കുക എങ്ങനെയാ, ഒന്നിനും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കറക്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ കേസ് കൊടുക്കും. കറക്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ കൊടുക്കുമ്പോൾ ആ ഡേറ്റ് എങ്കിലും പക്കയാക്കണ്ടല്ലേ? ഇനി ഇന്നിപ്പോ ഒരു ന്യൂസ് വന്നടാ, അതിൽ പറയുന്നത് എന്താ അറിയോ, 2021 ശേഷം ഈ ഹോട്ടലില്ലേ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടലില് പോലീസുകാർ പോയി സ്ഥിരീകരിച്ചു. എന്താ അറിയോ, നിവിൻ പോളി അവിടെ താമസിച്ചിട്ടില്ല 2021 ശേഷം. ഒന്ന്, പിന്നെ യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ്
നിവിൻ പോളി അടക്കം 6 പേർക്ക് എതിരെയാണ് ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ അന്വേഷണം നടത്തി അവരെന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഇന്നലെ നിവിൻ പോളി മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ആണല്ലേ. കാരണം ഞാൻ ആ ന്യൂസ് കണ്ടിരുന്നു. കാരണം ഇവർ ഇതിനു മുമ്പ് കേസ് കൊടുത്തിട്ട് ആ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അത് അന്ന് പീഡന പരാതി ആയിരുന്നില്ല, അന്ന് മർദ്ദിച്ചു എന്നായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ നിവിൻ പോളി ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ കേസ് പോണത്. പീഡന പരാതിയാണെന്നുണ്ടെങ്കിൽ 6 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പ്രതി നിവിൻ പോളി അല്ല, 6ാമത്തെ പ്രതിയാണ് നിവിൻ പോളി. അപ്പൊ പീഡന പരാതി നിവിൻ പോളി വളരെ മൃഗീയമായി ഇവരെ പീഡിപ്പിച്ചെന്നുണ്ടെങ്കിൽ 1ാമത്തെ പ്രതി നിവിൻ പോളി ആവണ്ടേ? തീർച്ചയായിട്ടും അല്ലേ? ഒരു മാസം മുന്നേ കൊടുത്ത പരാതി ഈ ലേഡി ഫസ്റ്റ് ടൈം ഇപ്പോഴാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ പേടിച്ചിട്ടാണ് ഇതിനു മുമ്പ് മിണ്ടാനെന്ന് പറയാം. ഇവർ ഓൾറെഡി ഇതേ കേസുമായിട്ട് ബന്ധപ്പെട്ട് 1 മാസം മുന്നേ പരാതി കൊടുത്തപ്പോൾ അതിനകത്ത് എവിടെയും പീഡനം എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ ഇത് പീഡനമാകുന്നത്? സത്യം പറഞ്ഞാൽ ഇതേപോലുള്ള ഫേക്ക് ലേഡീസ് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവരൊക്കെ പുറ്റിച്ച് തള്ളുകയാണ് വേണ്ടത്. കാരണം ഇതേപോലുള്ള അലവലാദികൾ വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടുള്ള കേസുകൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും. നീതി കിട്ടാൻ ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് നീതി കിട്ടാനും പോകുന്നില്ല. അവരെ നാട്ടുകാർ ജനറലൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് പുച്ഛിച്ചു കളയും. ഇതേപോലുള്ള അലവലാദികളൊക്കെ നമ്മൾ വേണം പുച്ഛിച്ച് തള്ളി കളഞ്ഞേക്കണം. ചുമ്മാ ഫേക്ക് ചെയ്തോട്ട് വരുന്ന ആരാരും കൊള്ളാം. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നിയതും കാണിക്കാന്നുള്ള ലൈസൻസ് ഇവിടെ ആർക്കൊന്നും ഇല്ല. സത്യം, ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആള് വേണ്ടേ? പിന്നെ ഇന്നിപ്പോ ഭഗത്ത് മാത്രമല്ല, ഞാനിവിടെ പാർവതി, ഓക്കെ, ആക്ട്രസ് പാർവതിയുടെ ഒരു വീഡിയോ ഉണ്ട്. അവരതിൽ കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു, പാർവതി ആർ കൃഷ്ണ, അപ്പൊ അവര് ഫോട്ടോ അടക്കം അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലൊന്നും തെളിവുകൾ വേണ്ടത് ഇത് ഫേക്ക് കേസാന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് on 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് ഒന്ന് തോന്നി. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് ഓക്കെ, ഇതിലും കൂടുതലൊന്നും തെളിവൊന്നും വേണ്ടടേ. ഈ പക്ക ഫ്രോഡ് പരിപാടിയാണ് ഈ പെണ്ണുമ്പിള്ള കാണിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുമ്പോൾ നിവിൻ പോളി കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഗൂഢാലോചന, അതായത് വേറെ പല കേസുകളും ഒതുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ഒരു ഗൂഢാലോചന ചെയ്ത് നിവിൻ പോളി എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു മർദ്ദന കേസിനെ കൊണ്ടുവന്ന് പീഡന കേസാക്കി മാറ്റി SITയെ ദുർവിനിയോഗം ചെയ്ത്, അങ്ങനെയുള്ള മലയാളം പറയാം, ദുർവിനിയോഗം അത് ചെയ്ത് മിസ്യൂസ് ചെയ്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൺഫ്യൂസ് ചെയ്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സമയം കളഞ്ഞ് ഇങ്ങനൊരു ഫേക്ക് കേസ് കൊടുത്ത ഈ ലേഡിയെ ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, നാട്ടുകാരെ മുന്നിൽ മുഖം അടക്കം കാണിച്ചിട്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ്. ഒരു SIT അന്വേഷിക്കുന്ന സമയത്ത് ഇതേപോലെ ഫേക്ക് കേസ് കൊടുത്തിട്ട് മീഡിയയിൽ വന്നിട്ട് അവര് വീണ്ടും, അതായത് നിവിൻ പോളി രാത്രി 9 മണിക്ക് പത്രസമ്മേളനം വിളിക്കുന്നു. ആ പത്രസമ്മേളനത്തിന് ശേഷം ഈ ലേഡി വീണ്ടും മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത് അറിയോ, വീഡിയോ പത്രസമ്മേളനം ഒക്കെ നിവിൻ പോളിനെ കണ്ടതിന് ശേഷമാണ് ഇവരാ പ്രൊഡ്യൂസറുടെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതിരുന്ന് കണ്ട് പഠിച്ചിട്ട് ഇനി എന്ത് പോയിന്റ് പറയണം എന്ന് പറഞ്ഞിട്ടാണ് 37 അടുത്ത അവരുടെ പോയിന്റ് ഉറച്ചു നിൽക്കും. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, നിവിൻ പോളിയുടെ കയ്യിൽ എന്റെ ഫോൺ ഉണ്ട്. സംഗതി എന്താവും അറിയോ, എനിക്ക് അടിച്ച് വീലായിട്ടുണ്ടാവും, മാരകമായ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടാവും, കൂട്ടത്തോട് കൂടി കത്തിച്ച് മണത്തിട്ടുണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഇനിയിപ്പോ ഏതെങ്കിലും ഒരുത്തനെ ഇവരെ ക്രഷ് വല്ലതായിരിക്കും ചിലപ്പോൾ നിവിൻ പോളി, ഏതെങ്കിലും ഒരുത്തനെ കണ്ടപ്പോൾ നിവിൻ പോളി എന്ന് വിചാരിച്ചു കാണും. എനിക്ക് തോന്നുന്നത് അതാണ്. പിന്നെ അതുമല്ല, അതും വിട്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ കുറെ മറ്റേ മെന്റലിസം വീഡിയോസ് കാണാറുണ്ട്. ഇനി ആരെങ്കിലും മെന്റലിസം ചെയ്തിട്ട് നിവിൻ പോളിനെ കാണിച്ചു തരാന്ന് പറ്റിച്ചോ? അല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇതേപോലുള്ള അലവലാദികളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് നാട്ടിച്ച് കളഞ്ഞേക്കണം, അതാ വേണ്ടത്. അല്ലാണ്ട് വെറുതെ ഇവരിപ്പോ ഇങ്ങനെ ചെയ്തു, ഇപ്പൊ നാളെ വന്നിട്ട് വേറെടുത്ത് ഇതേപോലെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും കാര്യങ്ങൾ? ചുമ്മാ വന്ന് ഇപ്പൊ നേരത്തെ ഒരുത്തി പറഞ്ഞു കേട്ടായിരുന്നു, ഇവിടെ പെണ്ണുങ്ങൾ എന്താണോ പറയുന്നത് അതാണ് തെളിവ്, വേറെ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും തെളിയിച്ചേക്കണമെന്നേ. ഇത് എന്തോന്നടാ ഇത്? അല്ല, അത് പിന്നെ ഞാൻ പറയുമ്പോ എന്താടാ, ഒരു ദേഷ്യത്തിന് മുകളിൽ പറഞ്ഞാൽ വിചാരിക്കും. പക്ഷെ നിയമം അതല്ലേ. നാളെ എനിക്കെതിരെ അണക്കെതിരെ ആരെങ്കിലും പോയി പരാതി കൊടുത്താലും പുല്ല് നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല, വേറെ നമുക്ക് വഴിയില്ല ഇവിടെ.
പക്ഷേ ജെന്യുവിൻ കേസുകൾ വരുമ്പോൾ അത് അഡ്രസ് ചെയ്യാതെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അതിനെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥ വരാൻ കാരണക്കാര് കൺഫ്യൂസ്ഡ് ആയി പോകും. നല്ലത് ഏത് ചീത്ത നമുക്ക് പോലും കൺഫ്യൂസ്ഡ് ആയി പോകും, ജനങ്ങൾക്ക് പോലും കൺഫ്യൂസ്ഡ് ആയി പോകും. അതെ. എന്താണെങ്കിലും കൊള്ളാം. ഉഡായിപ്പ് കേസുകൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. ഈ ഉഡായിപ്പ് കേസുകൾ വരുന്നത് വേറെ പലരിലേക്കും പോകേണ്ട ആരോപണവും കേസും മാറ്റിക്കളയാൻ വേണ്ടി. ഈ റിപ്പോർട്ടിനകത്തുള്ള യഥാർത്ഥ ആൾക്കാർ എവിടെയാണോ അവിടെ നിന്നൊക്കെ ഫോക്കസ് മാറിയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത്. അതെ. എന്തായാലും 10-ാം തീയതി ആവട്ടെ. 10-ാം തീയതി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈക്കോടതി എന്താ പറയണത് നോക്കാം. മൊത്തത്തിൽ റിപ്പോർട്ട് പുറത്തു വിടാൻ പറഞ്ഞ പേരുകൾ അടക്കമുണ്ടെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് അടക്കം പുറത്തു വരുമ്പോൾ കേരളത്തിൽ അടുത്തൊരു ബോംബ്. അല്ലാതെ അതിനിടയിൽ ഈ നൊച്ചാപ്പി ഫേക്ക് കേസും കൊണ്ട് വരുന്ന മറ്റേ മാണക്കുറ്റികളോട് പറയാനുള്ളത് ഊമ്പിത്തരം കാണിക്കരുത് നാട്ടുകാരെടുത്ത്. കാരണം നിയമത്തിന്റെ മുകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു വിശ്വാസം നമുക്കുണ്ട്. അത് ദുർവിനിയോഗം ചെയ്ത് നിങ്ങൾ ഊമ്പിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ കണ്ടുപിടിച്ചാൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറ്റിച്ചു.